തിരുവനന്തപുരത്ത് വലിയൊരു ചലനമായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. അത് തീർച്ചയായും. മറ്റൊന്നുമല്ല, BJP തിരുവനന്തപുരം കോർപ്പറേഷൻ നേടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്രയും കാലം തിരുവനന്തപുരത്തുള്ള നിയമസഭാ മണ്ഡലങ്ങളായാലും പാർലമെൻറ്റും ഒക്കെ മറ്റ് മുന്നണികൾ ഭരിച്ചു കൊണ്ടുപോകുന്നു. അത് മിക്കവരും തിരുവനന്തപുരത്തെ വരുത്തന്മാരായിരുന്നതാണ്. തിരുവനന്തപുരത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിവിടെ രാജീവ് ചന്ദ്രശേഖർ തന്നെ പ്രത്യേക ഒരു മാസ്റ്റർ പ്ലാനോടുകൂടി രംഗത്തുണ്ട്. തിരുവനന്തപുരം ഉദിക്കും, അല്ലേ? അതെ, സംശയമില്ലാത്ത കാര്യമാണ്. ആ. ഉദിക്കും. കാരണം ഞങ്ങളുടെ അജണ്ടയെ വികസിത അനന്തപുരി എന്നാണ്. വികസിത കേരളം അല്ലെ, തിരുവനന്തപുരം വരുമ്പോൾ വികസിത അനന്തപുരി എന്ന് തന്നെയാണ് നമ്മുടെ മുന്നോട്ട് വെച്ച അജണ്ടയും. അപ്പോൾ ആ അജണ്ടയിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. സാർ തന്നെ, ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. നമ്മുടെ ഇതിനിപ്പോൾ ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞു കഴിഞ്ഞാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നേരിട്ട് വന്നിട്ടായിരിക്കും തിരുവനന്തപുരത്തിൻ്റെ ഇനിയുള്ള വികസനത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ ജനങ്ങൾക്ക് നേരിട്ട് കൊടുക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ അതെന്തായാലും ഇവിടെ അത്രയും ഒരു പഠനം തിരുവനന്തപുരത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മുക്കും മൂലയും സഞ്ചരിച്ച് പഠിച്ച് വിവിധ മേഖലകൾ, അതായത് വികസനത്തിൻ്റെ വിവിധ മേഖലകളിലെ എക്സ്പേർട്ടായിട്ടുള്ളവരുടെ ഒപ്പീനിയൻ പല കമ്മിറ്റികളും അല്ലെങ്കിൽ പല സദസ്സുകളും വിളിച്ചു കൂട്ടി ജനങ്ങളുടെ ഒപ്പീനിയൻ എടുത്ത് അതിൻ്റെ കാതലായ ഭാഗം എടുത്തുകൊണ്ട് അങ്ങനെ പല എക്സ്പേർട്സിൻ്റെയും ഒപ്പീനിയൻ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടന്നു വരുന്ന ഒരു പ്രക്രിയയാണത്. ഇങ്ങനെ പല എക്സ്പേർട്സിൻ്റെ, കാരണം എല്ലാ മേഖലകളും നമ്മളിപ്പോൾ മൊത്തത്തിലുള്ള വികസനം എടുക്കുമ്പോൾ നമ്മൾ ഏതൊരു നഗരത്തിൻ്റെയും വികസനം എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും നമ്മൾ വരുന്ന അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറാണല്ലോ. ഇൻഫ്രാസ്ട്രക്ചർ ശരിയായിട്ട് എടുത്താൽ മാത്രമല്ലേ നമുക്ക് ബാക്കി. അപ്പോൾ അതുമുതൽ, കാരണം അതിൽ വിദ്യാഭ്യാസം വരും, ആരോഗ്യം വരും, വേസ്റ്റ് മാനേജ്മെൻറ്റ് വരും. വേസ്റ്റ് മാനേജ്മെൻ്റ് ഉള്ള ഒരു നഗരത്തിന് പിന്നെ കുതിക്കാൻ വലിയ സമയമൊന്നും വേണ്ട. അവിടെ എടുത്തു നോക്കിയാൽ അറിയാമല്ലോ. ഏതൊരു സിറ്റിയുടെയും വേസ്റ്റ് മാനേജ്മെൻറ്റ് അത് നമ്മൾ കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ, അവിടുത്തെ അല്ലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹെൽത്തും എല്ലാം അതിൽ റിലേറ്റഡ് അല്ലേ. അപ്പോൾ അതെല്ലാം തനിയെ വരും. അപ്പോൾ എല്ലാ മേഖലകളിലും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വികസനം മുന്നോട്ട് വെച്ചിട്ടാണ് ഒരു പ്ലാൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിൽ ഗതാഗതം, നമ്മുടെ ഇവിടുത്തെ പല നമുക്കറിയാം ട്രാഫിക് പ്രശ്നങ്ങളും നമുക്കറിയാം. അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് നഗരം മുന്നേറുന്ന ഒരു പ്ലാനാണ് നമുക്കിപ്പോൾ തരാൻ പോകുന്നതല്ല, നടപ്പിലാക്കും. അല്ല, എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ലോക്സഭയിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ ജയിച്ചാലും തോറ്റാലും ഇവിടെ തന്നെ ഉണ്ടാവും, തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നെയ്യാറ്റിൻകരയ്ക്ക് തന്നെ അദ്ദേഹം പറഞ്ഞു IT ഹബ്ബ് കൊണ്ടുവരണം. നെയ്യാറ്റിൻകരയൊക്കെ പലപ്പോഴും തിരുവനന്തപുരത്തിൻ്റെ ഒരു ഔട്ടിൽ നിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് മാത്രമേ കണ്ടു എന്നുള്ളതാണ്. അദ്ദേഹം ഈ തിരുവനന്തപുരം നഗരത്തിനോട് കേന്ദ്രീകരിച്ചാണ് നെയ്യാറ്റിൻകര പോലുള്ള ഒരു സ്ഥലത്തെയും ചേർത്ത് നിർത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ കോർപ്പറേഷനിലൂടെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം വിഴിഞ്ഞം തുറമുഖവും നെയ്യാറ്റിൻകരയായിട്ട് കണക്റ്റഡ് ആണല്ലോ. അതെ, പണ്ട് നമ്മൾ നിയമം എന്ന് പറയുമ്പോൾ നിയമവും നമ്മൾ ഔട്ടറായിട്ടാണ് കണക്കാക്കിയിരുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ. നേമം പ്രാവശ്യമ്പലം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് സിറ്റിയിൽ നിന്ന് കുറേ ദൂരം. പക്ഷെ ഇന്ന് അതാണോ അവസ്ഥ? അല്ലല്ലോ. പ്രത്യേകിച്ച് വിഴിഞ്ഞ ഹാർബറിൻ്റെ ആ ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം ആയിട്ട് വരുമല്ലോ. അപ്പോൾ അതിൻ്റെ പല IT ഹബുകളും പല സ്ഥലത്തും അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ അല്ലെങ്കിൽ കുറച്ച് പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ IT ഹബുകൾ വരാൻ പോകുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ല, ഇത് തിരുവനന്തപുരത്തിന് മൊത്തത്തിലെ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. ഇനി ഇതിലൂടെ തന്നെ ഈ തദ്ദേശത്തിലുണ്ടായ വിജയത്തിലൂടെ നിയമസഭയിലേക്കും പുതിയൊരു കാൽവെപ്പായിരിക്കുമല്ലോ BJP നടത്താൻ പോകുന്നത്. തിരുവനന്തപുരത്ത് കേരളത്തിൽ BJP കൂടുതൽ സീറ്റ് കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ തിരുവനന്തപുരത്തിലേക്ക് നമ്മൾ വന്നാൽ 4 ഇടത്ത്, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏതാണ്ട് ഒരു 5 ഇടത്ത് നോട്ടമുണ്ട്. തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെ കോർപ്പറേഷൻ പരിധിയിൽ 4 ഇടമാണ് അവരുടെ കണ്ണിലുള്ളത്.
ഒന്നും കൂടെ അതിനോട് ആഡ് ചെയ്യാല്ലേ നമുക്ക്. അതെ, അത് കാട്ടാക്കടയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കാട്ടാക്കടയിൽ കടുത്ത മത്സരമാണ് BJP കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. PK കൃഷ്ണദാസാണ് സാറ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നെയാണ് കഴിഞ്ഞ 2 വർഷമായിട്ട്, കഴിഞ്ഞ 2 വർഷമല്ല, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം സാറ് തന്നെയാണ് മത്സരിച്ചത്. കാട്ടാക്കടയുടെ ഒരു മത്സരം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൃഷ്ണദാസ് സാറിൻ്റെ മുഖം തന്നെയാണ് വരുന്നത്. സാറ് ഇപ്രാവശ്യം നിന്നാൽ നമുക്ക് അത് അത്രയും വർക്ക് ചെയ്തെടുത്താൽ എനിക്ക് തോന്നുന്ന ഒരു സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കഴക്കൂട്ടവും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ കഴക്കൂട്ടവും നിയമമൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇട്ട് കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞു. അതിനെക്കുറിച്ചൊരു നമുക്കിനി വർക്ക് ഓൾറെഡി ചിലപ്പോൾ നടക്കുന്നുണ്ടായിരിക്കാം. നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വർക്ക് തന്നെ ഇതിനൊരു മുന്നോടിയാണല്ലോ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിൽ കൂടെയാണല്ലോ. ഒരു ലോക്കൽ ബോഡി ഇലക്ഷനിലൂടെ അല്ലേ നമ്മുടെ അടുത്തൊരു ഇലക്ഷന് നമുക്ക് എന്ത് സംഭവിക്കും, എന്ത് നമുക്ക് നേടാം, എവിടെ പിടിക്കണം, കുറവുകൾ നമുക്ക് പരിഹരിക്കാം, അതെല്ലാം നമ്മൾ ഈ ഇലക്ഷനിൽ കൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള വർക്ക് നടത്തി കഴിഞ്ഞാൽ ജയിക്കുക എന്നുള്ളതല്ല, നല്ല ഭൂരിപക്ഷത്തിൽ. കാരണം കഴക്കൂട്ടം നമുക്ക് തെളിയിച്ച് തന്നതാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം MP പാർലമെൻറ്റ് ഇലക്ഷൻ നിന്നപ്പോൾ നമുക്ക് എത്ര നിസ്സാര വോട്ടിനല്ലേ രണ്ടുപേരും 15,000 വോട്ടിനാണ് പോയത്. പിന്നെ നമ്മുടെ മുരളീധരൻ ജിയും അങ്ങനെയല്ലേ, കുറച്ച് വോട്ടിനല്ലേ പോയുള്ളൂ. അപ്പോൾ അത് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അത്ര വോട്ട് നമുക്ക് തിരിച്ച് പിടിക്കാൻ പറ്റുമെന്നുള്ളത്. ഇനി അതിൽ മേലെ എത്ര വോട്ട് എന്നുള്ളത് മാത്രം നമ്മൾ കണക്കാക്കിയാൽ മതി. അപ്പോൾ ഈ പിന്നെ കോർപ്പറേഷനിൽ നേടിയ ആ റിസൾട്ട് നിയമസഭയിലേക്ക് തുടരും എന്നാണ് കണക്കുകൂട്ടുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ പാർട്ടി അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കണക്കൂട്ടുന്നത്. പ്രത്യേകിച്ച് ഇപ്പം ജനവികാരം അങ്ങനെ ഒരു ഭരണപക്ഷത്തിന് എതിരായിട്ടുള്ള വികാരമാണ് ജനങ്ങളിൽ. അത് ശബരിമല വിഷയം തന്നെയാണ് അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. പിന്നെ ഈ ഇത്രയും വർഷങ്ങളായിട്ട് നടന്നു വരുന്ന കൊള്ള ഏത് വകുപ്പെടുത്ത് നോക്കിയാലും നമുക്കത് പ്രത്യക്ഷമായിട്ട് തെളിവുകൾ ഇഷ്ടം പോലെ നമുക്ക് നിരത്താനുണ്ട്. പക്ഷേ ഈ ശബരിമല വിഷയം എന്ന് പറയുമ്പോൾ ഒരു വൈകാരിക വിഷയമാണ്. അപ്പോൾ അത് പലരെയും അത് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. പലരുടെ മനസ്സിലും നമ്മളെ സംരക്ഷിക്കണം, അല്ലെ നമ്മുടെ അയ്യപ്പനെ സംരക്ഷിക്കണം, ശബരിമല സംരക്ഷിക്കണം. കാരണം NDA വന്നു കഴിഞ്ഞാൽ, അല്ലെ BJP വന്നു കഴിഞ്ഞാൽ ശബരിമല സംരക്ഷിക്കപ്പെടും, പത്മനാഭസ്വാമി ക്ഷേത്രം സംരക്ഷിക്കപ്പെടും. സാറിനറിയാലോ, പണ്ടൊരു നമ്മുടെ സ്വാമി ഇത് പറഞ്ഞിട്ടുള്ള പുണ്യം പൂങ്കാവനം പദ്ധതി, അതൊക്കെ ഇന്ന് ഇവിടെ പോയി. അത് നമ്മുടെ സത്യാനന്ദ സ്വാമി സരസ്വതിയുടെ ഒരു വിഷനായിരുന്നു പുണ്യം പൂങ്കാവനം. അവിടെ മുഴുവനും കോൺക്രീറ്റും സൗധങ്ങളും അങ്ങനെയായിട്ട് അതിൻ്റെ സ്ട്രക്ചറേ മാറിയില്ലേ. അതിലോട്ടൊക്കെ തിരിച്ച് നമുക്ക് വരാമെന്നുള്ളൊരു പ്രതീക്ഷ ജനങ്ങളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ NDA തന്നെ മുന്നിലെത്തിക്കണം. മാറി ചിന്തിച്ചു തുടങ്ങിയതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ NDAക്ക് വിജയം കിട്ടിയത് ഇവിടെ. ഇനി അടുത്ത തിരഞ്ഞെടുപ്പിലും അത് നമുക്ക് കുറച്ചുകൂടെ ഫലവത്താകാൻ പോവുകയാണ് ആ ഒരു ചിന്ത, ജനങ്ങളുടെ ചിന്ത. അപ്പോൾ അത്രത്തോളം നമ്മുടെ വർക്ക് കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിലോട്ട് എത്താൻ പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. പിന്നെ വോട്ട് ശതമാനം കൂട്ടാനും പറ്റും. എല്ലായിടത്തും നമ്മൾ കയറണമെന്നില്ല, തീർച്ചയായിട്ടും അതിൽ സാധിക്കും നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.